ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും മുട്ടക്കറി ആയാലോ? ഓ, ഡയറ്റിലാണോ? എന്നാൽ ഈ റെസിപ്പി മസ്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചോ. മുട്ടക്കറിക്ക് സവാളയൊന്നും വഴറ്റുന്നില്ല. ചേരുവകളെല്ലാം വെട്ടിക്കൂട്ടി 2 കൊല്ലമുളകും 5 കാഷ്നട്ട്സും ചേർത്ത് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. ഈ കോളിഫ്ലവറിന് എന്താ ഇന്നത്തെ മെനുവിലെ കാര്യം എന്നല്ലേ? ഇതാണ് നമ്മുടെ ലോ കാർബ് പുട്ടിന്റെ സീക്രട്ട്. കോളിഫ്ലവർ ക്രഷ് ചെയ്തെടുത്തതിലേക്ക് കുറച്ച് പുട്ടുപൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നാലാണ് പുട്ടിൻ്റെ ഒരു രുചിയും മണവും ഷേപ്പും ഒക്കെ കിട്ടുകയുള്ളൂ. പിന്നെ തേങ്ങയുടെ കാര്യത്തിലുള്ള ആവശ്യമാവരുത്. അല്പം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്താൽ പുട്ട് റെഡി. ഓക്കെ, നൗ ലെറ്റ്സ് കം ബാക്ക് ടു ദ മുട്ടക്കറി. ആ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. മുട്ടക്കറിക്ക് ഓയിൽ വളരെ കുറച്ച് മതി. ജീരകം പൊട്ടി വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച പ്യൂരിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്താൽ കറി റെഡിയായി. പിന്നെ ഓവറാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ഓയിലിൽ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിയിൽ അല്പം മല്ലിയിലയും കൂടി വിതറാൻ മറക്കണ്ട. ക്രാഷ് ലാൻഡ് ചെയ്തുകൊണ്ട് ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറി, പക്ഷെ കഴിച്ചു നോക്കാൻ അടിപൊളിയാണ്. കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തേയില്ല. ഡയറ്റാണെന്ന് ഓർത്ത് ഒരു ഫുഡും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നല്ല ടേസ്റ്റി ഫുഡ് കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാലോ. അപ്പോൾ ഈറ്റ് ബെറ്റർ ആൻഡ് സ്റ്റേ ഹെൽത്തി. ഇതെന്നാ സംഭവം? മുട്ടക്കറി. വെരി നൈസ് ഗ്രേവി. പറഞ്ഞാൽ ഇതിനകത്ത് കോളിഫ്ലവറിനായെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇനി ഈ കുടുംബത്തിൽ മുട്ടക്കറി നീ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ മഴ ആണ്. അവിടെ ഉണ്ട്.